നേരം മോന്തി ആനായല്ലോ. രാവിലെ പെരിയിൽ ഇറങ്ങുമ്പോ കുട്ടികൾ കുറെ സാധനത്തിനും പറഞ്ഞു. ഇന്ത്യക്കാണെങ്കിൽ 5 പൈസ ഇല്ല. ഇന്നിട്ടാണെങ്കിൽ ആരും കണ്ടിട്ടുമില്ല. അച്ഛനെ ഇനിയിപ്പോ എന്താ ഇപ്പൊ ചെയ്യാ? എന്തൊക്കെയാണ് വർത്താനൊക്കെ? നല്ല വർത്താനം മോനേക്കാ. ഇജ്ജ് വന്നിക്കണെന്ന് ഞാൻ അറിഞ്ഞടാ. എന്തൊരു സുഖം തന്നെ എനിക്ക്. സുഖാണ് മോനേക്കാ. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായി ഇങ്ങനെ പോണേ. എന്താ പിന്നെ പേരിലൊക്കെ വരും? അൽഹംദുലില്ലാ ഈ മുറ്റൊക്കെ അങ്ങനെ പോണ്. എനിക്കാണെങ്കിൽ നയിച്ചാലും വെച്ചാ പിന്നെ നയിച്ചു കൊണ്ടുവരായിട്ട് ആൺകുട്ടികൾ ഇല്ലേനു. പിന്നെ ഇപ്പൊ 4-5 പെൺകുട്ടികളല്ലേ ഇപ്പൊ എനിക്കുള്ളത്. അവസ്ഥ ഒക്കെ എനിക്ക് അറിയാതെ മോനേക്കാ. എന്നാ ഞാൻ പോട്ടടാ. ആയിക്കോട്ടെ മോനേക്കാ. പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കി. നിങ്ങൾ വെച്ചോളി. അൽഹംദുലില്ലാ എന്നാ അള്ളാ ഖൈറാക്കട്ടെ. നിങ്ങൾ ദോരക്ക് നിങ്ങൾക്ക് ദോര ഉണ്ടാകുമ്പോ തന്നെ നമ്മള്. ആയിക്കോട്ടെ. മാനോക്ക ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ. നിങ്ങൾ അന്ത്രന്ന് ഞാൻ ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ വന്നത്. നിങ്ങൾ കണ്ടീനോനാ? ഇല്ല, അവൻ വന്നിക്കണെന്ന് ഞാൻ അറിഞ്ഞ്. ഹിന്ദി അടുത്തേക്ക് വന്നിട്ടില്ല. തന്നെ ഓൻ ഇവിടെ ഉണ്ടേന്. തന്നെ ആ ഇവിടെ ഉണ്ടാവും സാറല്ലേ? ഒന്ന് നോക്കിട്ടാ കാണാലോ. എന്റെ അമീറിനെ എവിടെയും കണ്ടിരുന്ന? ആടാ ഞാൻ നാട്ടിലെത്തിക്കണേ. ഞാൻ ഒഴിവ് കിട്ടിയിരിക്കടാ, കുറച്ച് തിരക്കിലാണ്. ഞാൻ വരാട്ടെ. അജി പറഞ്ഞ സാധനം കൊടുത്തേ. ഈ തിരക്കൊന്നും ഒഴിവായിക്കട്ടെ. ആയിക്കോട്ടെ. അമീറാ കാക്കാ ഇജ്ജ് വന്നിക്കണെന്ന് ഞാൻ അറിഞ്ഞാടാ. ഇജ്ജിന്റെ പെരീക്കൊന്നും വരാഞ്ഞ് കുട്ടികളൊക്കെ പാടെ ആപ്പാപ്പ എന്നാ വരും ആപ്പാപ്പ എന്നാ വരും ഇങ്ങനെ എന്നും ചോദിച്ചു. ഇജ്ജ് വരി അടിച്ചിട്ട് ഞങ്ങൾ കുറെ നേരം കാത്തുനിന്നു. കാക്ക എനിക്ക് ഓരോരോ ചുറ്റുപാടുകൊണ്ടാണ് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ വരട്ടെ, കുട്ടിയോട് പറഞ്ഞാളേ. എന്നാ ഇജ്ജ് വരുവോണ്ടിയാടാ. കുട്ടികൾക്കൊക്കെ കാണാൻ പോതുകൊണ്ടല്ല ഇങ്ങനെ പറയണ്ട്. ഇജ്ജ് ഒരു 1000 ഉറുപ്പ്യ കാട്ടിക്കാ, ഒരു അത്യാവശ്യം ഉണ്ടായിട്ടാടാ. എത്തപ്പോ കാക്ക കാട്ട എന്റെ അടുത്താണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ഉള്ള പൈസ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ ബിസിനസ്സിന് ഇട്ടും ചെയ്ത് സത്യം പറഞ്ഞ ഒരു 9 പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ല. എന്തപ്പോ കാക്ക കാട്ടുക? അമീറേ, എന്റെ വർത്താനം കേട്ടാല് ഇനിയും കാട്ടി തിടുക്ക പണക്കാണല്ലോ. എന്റെ തിടുക്കെന്ന് പറഞ്ഞാല് പട്ടുസാരിക്ക് മുട്ടുസൂചി വാങ്ങാൻ പറ്റാത്തൊരു തിടുക്കും ഇന്റേതാണെന്നുണ്ടെങ്കിൽ കട താൾക്ക് ഉപ്പ് ഇടാൻ പറ്റാത്തൊരു തിടുക്കത്തില്ല ഞാൻ ഈ നടക്കണ്ട്. ഇജേ അസ്കർ തന്നാൽ 500 ഉണ്ടായിരുന്നുള്ള ഇവിടെ. കാക്കാന്റെ കുട്ടി ഇതവിടെ വെച്ചോളി. കാക്കാന്റെ കുട്ടിന്റെ തിടുക്കം തീർച്ച. അല്ല കാക്ക വേണ്ട, നിങ്ങൾ വെച്ചോളി. വേണ്ട വേണ്ട, നിങ്ങൾ പോയിക്കോളി. സമതു എത്ര മാനത്തെ വിവരങ്ങളൊക്കെ സുഖാടാ ഉണ്ട്. അല്ല നിങ്ങൾ അന്ത്രോപ്പാണ് അമീർ ഇപ്പൊ ഇന്നലെ അവിടെ വന്നില്ല. കടിക്ക് ഒരാഴ്ച തോന്നുന്നു വന്നത്. എത്ര സൈൻ കറിയില്ല അവിടെ വന്നിന് ചായക്ക്. അത് പെരീക്ക് വന്നി നിങ്ങളെ കാണാന്? പെരീക്കൊന്നും ഓൻ വന്നിട്ടില്ലടാ. തന്നെ ഓനിപ്പൊ ഞാൻ ആ ബൈക്കിന്ന് കണ്ട് അങ്ങനെ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വരേണ്ടത്. അത് ശരി. എന്നിട്ടോ അതിന്റെ കഥ ഒന്നും ഇപ്പൊ പറയാതിരിക്കാൻ നല്ലത്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നു. ഞാൻ പോട്ടെ. എന്നാല് ചായ അടിച്ചിട്ട് പോയി. ചായ ഒന്നും വേണ്ടേ? ആയിക്കോട്ടെ പോട്ടെ. അല്ല സമ്മതം ആരാണ് കണ്ട പരിചയമുണ്ട് എനിക്ക്. അത് മാനോക്കടാ. അതൊന്നും പറയണ്ട. എന്റെ പെരന്റെ ഭാഗത്തെ വീട് എനിക്ക് അറിയോ എനിക്കറിയില്ല. അയാൾക്ക് 4 പെമ്മക്കളാ. ചെറിയൊരു 5 അമീർ എന്ന് പറയും. ആ സാധുവിനെ വളർത്തി വലുതാക്കി ഗൾഫ് പറഞ്ഞേച്ചൊക്കെ ഈ സാധു ആരോഗ്യ സമയത്ത് എന്നാ ഇനി ആരോഗ്യമില്ല, വയസ്സായില്ലേ. അപ്പൊ ആരോഗ്യം കൊടുത്തിട്ട് വേണം ജീവിച്ചു പോവാന്. ഈ 5 അത്രയൊക്കെ ചെയ്തിട്ടും ഗൾഫ് പോയിക്കാണ് എല്ലാം അടിപൊളിയായിട്ട് വരിക പോവുക, ഒരു കുടുംബം ജീവിക്കുക എന്നല്ലാതെ ഈ സാധുവിനെ തിരിഞ്ഞു പോലും നോക്കില്ല. ഇയാളെ കുടുംബത്തിന്. അപ്പൊ ഈ സാധു ആണ്ട് പോയിക്കാണ് എന്തെന്ന് ചോദിച്ചാന്ന് തോന്നുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ടേ പൈസ കൊടുത്തില്ലാന്ന് എനിക്ക് തോന്നുന്നു വർത്താൻ കേട്ട്. ഇതൊന്ന് ആലോചിച്ചേക്ക. നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടുക നമ്മൾ 5 മക്കളെയും വളർത്തേണ്ടത്. ഇതാണ് കോലം. ഇജ്ജ് പറഞ്ഞത് ശരിയാണ് സമ്മതം. എന്താ വെച്ചാൽ ചില 5 മക്കളായാലും നമ്മൾ എങ്ങനെ നോക്കിയാലും ഇങ്ങോട്ട് നോക്കും. ചിലറ്റേക്ക് നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും നമ്മളെ തിരിഞ്ഞ അവര് നോക്കൂല. അത് പറഞ്ഞത് ശരിയാണ് സർപ്പോ. പ്രായമാവുമ്പോഴാണ് നമുക്ക് ആരൊക്കെ ഒപ്പം ഉണ്ടാവുമെന്ന് മനസ്സിലാവുള്ളൂ, കൂടെ ഉണ്ടാവുന്നുള്ളത്. അതുവരെ നമ്മൾ വിചാരിച്ചുമ്പോഴൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്ന്. സത്യത്തിൽ ആരും ഉണ്ടാവില്ല, ആളുള്ളവരെ ഉണ്ടാവുള്ളൂ.
എന്നാ ആയിക്കോട്ടെ ഞാൻ പോയി എന്നാ ആയിക്കോട്ടെ, എന്നാ ശരി ആയിക്കോട്ടെ.